അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യപ്രതി നജീബിന്റെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. അവയവ വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി നജീബ് ലക്ഷങ്ങൾ തട്ടി എന്നതാണ് വിവരം. ശസ്ത്രക്രിയ നടന്നത് കേരളത്തിലെന്നും ആശുപത്രികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും എറണാകുളം റൂറൽ SP KS സുദർശൻ വ്യക്തമാക്കി. നജീബിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ഇയാളുടെ സ്വത്തുക്കൾ, ബാങ്ക് അക്കൗണ്ട്, വിദേശബന്ധം എന്നിവയുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. 2 ദിവസത്തിനുള്ളിൽ നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങും. റിമാൻഡിലുള്ള മറ്റു 3 പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി SIT രൂപീകരിക്കുന്നതിൽ ഇനിയും തീരുമാനമായില്ല. നജീബിന്റെ റാക്കറ്റിൽ ഇവിടെ തന്നെ 5 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തല്ലോ. നജീബിടെ 5 പേരെ അറസ്റ്റ് ചെയ്തു, കൊല്ലത്ത് 3 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ 8 പേരായി. ഇനി പല സ്ഥലങ്ങളിലും തൃശ്ശൂര്, അതുപോലെ തിരുവനന്തപുരം, ഇവിടെയൊക്കെ ഇയാൾക്ക് ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇവർ നടത്തിയിട്ടുള്ളതെല്ലാം കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കും. അവയവ വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി നജീബ് ലക്ഷങ്ങൾ തട്ടിയിട്ടുണ്ട്. 2 മുതൽ 5 ലക്ഷം വരെയാണ് വാങ്ങിയത്. നജീബിന്റെ ഇടപാടുകളുടെ ഡയറി കേന്ദ്രീകരിച്ചാണ് പരിശോധന. വിദേശത്തുള്ള ബന്ധുവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.